പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും വയനാട് ഉരുൾപൊട്ടൽ എന്ന വലിയ ദുരന്തം നമ്മളെ കടന്നുപോയത്. ഇപ്പോഴും നമ്മൾ അതിൽ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദുരന്തത്തിൽ നിന്ന് നമ്മൾ കരകയറിയിട്ടില്ല. ദുരന്തം ഉണ്ടായി ഏകദേശം ഒരു വർഷം തികയാറായി. ഇന്നിപ്പോൾ ജൂലൈ 2 അല്ലേ? അതെ, ഈ മാസം 30-ാം തീയതി ആകുമ്പോഴേക്കും 29-ാം തീയതി അർദ്ധരാത്രിയായിരുന്നു. ഇന്ന് 3-ാം തീയതിയാണ്. ഈ മാസം അവസാനമാകുമ്പോൾ ഒരു വർഷമാവുകയാണ്. ആ ഒരു വർഷമാകുമ്പോൾ എന്താണ് സംഭവിച്ചത്? പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കപ്പെട്ടോ എന്നതാണ് വലിയ ചോദ്യം. അത് സംസ്ഥാന സർക്കാർ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ മാതൃകാ വീട് ഏകദേശം പണി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ടൗൺഷിപ്പിൽ. പക്ഷേ യൂത്ത് കോൺഗ്രസ് എന്താണ് ചെയ്തത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുന്നില്ലേ? ആ പാവപ്പെട്ട മനുഷ്യർക്ക്, അതിനടിയിൽപ്പെട്ടു പോയ മനുഷ്യരുടെ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് വീട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വീട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ആ വീട് വാഗ്ദാനം ചെയ്തുകൊണ്ട് പോരെ, വാഗ്ദാനം മാത്രം മതി, അത് കുഴപ്പമില്ല. പക്ഷേ വീട് വാഗ്ദാനം ചെയ്തുകൊണ്ട് വലിയ തോതിൽ ഫണ്ട് തട്ടിപ്പ് നടത്തി എന്ന ആക്ഷേപമാണ് നിൽക്കുന്നത്. ഇന്നലെ ശ്രദ്ധിച്ചിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചിരുന്നു. അവിടെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു രേഖ ഉയർത്തി കാട്ടിയിട്ട് പറഞ്ഞ കാര്യമുണ്ട്. ഇത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. 83 ലക്ഷം രൂപ എന്തോ ഈ ബാങ്കിലുണ്ട്. ഇതിൽ നിന്ന് 1 രൂപ ഞാൻ എടുത്തു എന്ന് തെളിയിച്ചാൽ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാമെന്നാണ് പറയുന്നത്. രാജിവെക്കുമോ രാജിവെക്കാതിരിക്കുമോ അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. ഒരൊറ്റ കാര്യമേ എനിക്ക് ചോദിക്കാനുള്ളൂ പ്രിയപ്പെട്ടവരെ യൂത്ത് കോൺഗ്രസിനോട്. നിങ്ങൾ ഈ നാട് മുഴുവൻ നടന്ന് പിരിച്ചു ഇല്ലേ? കേരളത്തിലെ 140 മണ്ഡലങ്ങൾ, 14 ജില്ലകൾ നടന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിരിവെടുത്തു. ഈ 83 ലക്ഷം രൂപ മാത്രമാണോ നിങ്ങൾക്ക് പിരിഞ്ഞു കിട്ടിയത്? നോക്കൂ, കണക്കങ്ങോട്ട് ശരിയാകുന്നില്ല. നമ്മുടെ 140 മണ്ഡലങ്ങളുണ്ട്. ഒരു മണ്ഡലത്തിൽ നിന്ന് 1 ലക്ഷം രൂപ പിരിഞ്ഞു കിട്ടിയാൽ തന്നെ 1,40,00,000 രൂപയാകും. അതുപോലും പിരിച്ചെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ലേ? നമുക്കറിയാമല്ലോ, യൂത്ത് കോൺഗ്രസ് ഒരു പിരിവിനിറങ്ങിയാൽ സ്വാഭാവികമായും ഈ 83 ലക്ഷം രൂപ ആയിരിക്കില്ല പിരിഞ്ഞു കിട്ടിയത്. അപ്പോൾ ബാക്കി തുക എവിടെ പോയി? ഇപ്പോൾ ബാങ്കിൽ 83 ലക്ഷം രൂപ ഉണ്ടാകാം. ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്, എല്ലാ പിരിവും വന്നിരിക്കുന്നത്, ആളുകൾ സംഭാവന കൊടുത്തിരിക്കുന്ന എല്ലാം ബാങ്ക് വഴിയാ? അതെ. ഓൺലൈൻ വഴിയായിട്ടാണോ എല്ലാ സംഭാവനയും കൊടുത്തിരിക്കുന്നത്? ഒരിക്കലുമല്ല. ഇന്നലെ ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ആലപ്പുഴ നഗരത്തിൽ മാത്രം 2 ലക്ഷം രൂപ പിരിഞ്ഞു കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെ പലയിടങ്ങളിൽ കണക്കുകളുണ്ട്. അത് കൃത്യമായി തന്നെ നിയോജക മണ്ഡലം പ്രവർത്തകരോട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. 2 ലക്ഷം രൂപ ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്ന് പിരിക്കാനാണ്. പക്ഷേ അത് കിട്ടിയിട്ടുണ്ടോ നമുക്കറിയില്ല. ഇവർ പറയുന്ന 83 ലക്ഷം രൂപയാണ്. നമുക്കൊരു കാര്യം ചെയ്താൽ മതി, ഇവർക്ക് ഉറപ്പുണ്ടെങ്കിൽ അവരുടെ സകലമാന മണ്ഡലം കമ്മിറ്റികളും പിരിച്ചെടുത്ത തുകയുടെ കണക്ക് പുറത്തു വിടട്ടെ. അതല്ലേ ഹീറോയിസം, അതല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം അതിനുള്ള ധൈര്യം ഉണ്ടാകുമോ എന്ന്. ഇന്നത്തെ പ്രശ്നം അതല്ല. ഇന്നിപ്പോൾ ഇവർക്ക് ഒരു പരാതി കൊടുത്തിരുന്നു ഒരു അഡ്വക്കേറ്റ് ലക്ഷ്മി, അഭിഭാഷക, കൊച്ചിയിലുള്ള അഭിഭാഷക, ഹൈക്കോടതി അഭിഭാഷക TR ലക്ഷ്മി. അതെ, ലക്ഷ്മിയുടെ മൊഴിയെടുത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ, വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉൾപ്പെടെ 8 പേർക്കെതിരെയാണ് പരാതി. ഉമേഷ് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നോക്കാം എന്താണ് ആ കേസിന്റെ തുടർ നടപടികൾ എങ്ങനെയാണെന്ന്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു, വിനിഷ. ഉമേഷ്, ചില്ലറ ആക്ഷേപമല്ല കേൾക്കുന്നത്. മണ്ണിനടിയിൽ പെട്ടുപോയ മനുഷ്യരുടെ പേരിൽ വരെ തട്ടിപ്പ് നടത്തിയെന്ന ഏറ്റവും ഗൗരവതരമായ ആക്ഷേപത്തിന്റെ മുൾമുനയിൽ നിൽക്കുകയാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം. അതിന് മറുപടി അവർ പലതരത്തിൽ പറയുന്നുണ്ട്, വിശദീകരണം പലതരത്തിൽ നൽകുന്നുണ്ട്. പക്ഷേ അതൊന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല എന്നതാണ് വസ്തുത. അതങ്ങനെ നിൽക്കുമ്പോഴാണ് അഡ്വക്കേറ്റ് ലക്ഷ്മിയുടെ പരാതി വരുന്നത്. അപ്പോൾ കാര്യങ്ങൾ നിയമപരമായി, പോലീസ് നിയമപരമായി നീങ്ങുകയാണ്. അവരുടെ മൊഴി എടുത്തിരിക്കുന്നു. ഇനി അടുത്ത ഘട്ടം എങ്ങനെയാണ്? മനു, ഇവരുടെ മൊഴിയെടുത്ത ശേഷം ആ മൊഴി വിശദമായി പരിശോധിച്ച ശേഷം എന്തൊക്കെ തരത്തിലുള്ള കുറ്റകൃത്യമാണ് നടന്നത് എന്ന് പോലീസ് വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ ചുമത്തി FIR രജിസ്റ്റർ ചെയ്യുക. അതാണ് അടുത്ത നടപടി എന്നുള്ളത്. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ പരാതിക്കാരിയുടെ വിശദമായ മൊഴി കൊച്ചി സെൻട്രൽ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വഴിയേ പോയ ഒരാൾ പരാതി നൽകിയതല്ല. ഈ ലക്ഷ്മി എന്ന് പറയുന്നയാൾ ഇവർ കൂടി ഈ യൂത്ത് കോൺഗ്രസിന് സംഭാവന നൽകിയ ഒരാളാണ്. അത് ഈ പരാതിയിൽ എടുത്തു പറയുന്നുണ്ട്. ഞാനടക്കം ഇതിലേക്ക് ഇങ്ങനെ ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാണ് അവർ ഫണ്ട് പിരിവുമായി വന്നത്. അത് ഏതെങ്കിലും ആളുകളല്ല, ഉത്തരവാദപ്പെട്ട ഭാരവാഹിത്വം വഹിക്കുന്നവരാണ് ഇത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അവർ പെട്ടുപോയവർക്ക് വേണ്ടി വീട് നിർമ്മിക്കാൻ വേണ്ടി പിരിക്കുന്ന ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തന്നിൽ നിന്നടക്കം പണം പിരിച്ചത്. അങ്ങനെ ഒരു പണം കൊടുക്കുമ്പോൾ അത് ഇത്ര നാളായിട്ടും അതെവിടെ പോയി എന്ന് സംബന്ധിച്ചൊരു വിവരവുമില്ല. അത് ഒരുപക്ഷെ വീട് നിർമ്മിക്കും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോയിരുന്നത്. അപ്പോഴാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പഠന ക്യാമ്പ് നടക്കുകയും ആ ക്യാമ്പിൽ ഇത് വലിയൊരു ചർച്ചാ വിഷയമാവുകയും ചെയ്തത്. അത് ആ ക്യാമ്പിൽ പങ്കെടുത്തവർ, അതായത് യൂത്ത് കോൺഗ്രസ് പ്രതിനിധികൾ തന്നെയാണ് ഈ ആക്ഷേപം ആദ്യം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. ഈ പിരിച്ച പണം എവിടെ പോയി, അത് ഒറ്റ വീട് പോലും നിർമ്മിക്കാതെ വലിയ നാണക്കേടുണ്ടാക്കിയൊരു സംഭവമായി മാറിയില്ലേ എന്ന് യൂത്ത് കോൺഗ്രസ് പ്രതിനിധികൾ തന്നെ പറയുകയാണ്. ഇതെല്ലാം വലിയ വിവരങ്ങളായി പുറത്തു വരുമ്പോഴാണ് ഈ ലക്ഷ്മി അടക്കമുള്ളവർക്ക് വലിയ ആശങ്കയുണ്ടാകുന്നത്. താനടക്കം പണം നൽകിയതാണ്, ആ പണം എവിടെ പോയി, അത് വീട് നിർമ്മിക്കുമെന്ന് പറഞ്ഞ് ഇതുവരെ അത് യാഥാർത്ഥ്യമായിട്ടില്ല എന്ന് മാത്രമല്ല, ലക്ഷ്മി നടത്തിയ പരിശോധനയിൽ, സ്വന്തം നിലയിൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് 88 ലക്ഷം രൂപ പിരിച്ചെടുത്തു എന്ന് ഔദ്യോഗികമായി അങ്ങനെ പിരിച്ചെടുത്തു എന്നുള്ള കണക്കുകളും വരുന്നുണ്ട്.
ഇങ്ങനെ ഈ 88 ലക്ഷം രൂപ പിരിച്ചിട്ട് അത് എന്ത് ചെയ്തു, അതിൻ്റെ നിയമപരമായ ഓഡിറ്റ് നടന്നിട്ടുണ്ടോ, അക്കൗണ്ടിങ് നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. ഇതിനൊന്നും തൃപ്തികരമായ മറുപടിയോ ഒന്നും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് താൻ പരാതിയുമായി പോലീസിനെ സമീപിച്ചതെന്ന് ലക്ഷ്മി തന്നെ നമ്മളോടടക്കം വ്യക്തമാക്കിയിരുന്നു. അതിൽ ആ പരാതിയിൽ വ്യക്തമായിട്ട് ആരൊക്കെയാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയത്, അല്ലെങ്കിൽ ഈ താനടക്കമുള്ള സംഭാവന നൽകിയവരെ പറഞ്ഞ് പറ്റിച്ച് പണം പിരിച്ച് അത് സ്വന്തം ലാഭത്തിനു വേണ്ടി അന്യായമായി അപഹരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് ആ പരാതിയിൽ പറയുന്നത്. അത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി മാത്രമല്ല മറ്റ് 7 വൈസ് പ്രസിഡന്റുമാർ, 6 വൈസ് പ്രസിഡന്റുമാർ കൂടിയുണ്ട്. അബിൻ വർക്കി ഉൾപ്പെടെ 7 വൈസ് പ്രസിഡന്റുമാരും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസിഡന്റ്, അങ്ങനെ 8 പേർക്കെതിരെയാണ് ഈ ലക്ഷ്മി പരാതി നൽകിയിരിക്കുന്നത്. ഹൈക്കോടതി അഭിഭാഷകയാണ്. ഇതിൽ ഇവർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് നടപടിയിലേക്ക് പോകണം എന്നാണ് പരാതിയിൽ ആവശ്യം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ലക്ഷ്മിയുടെ വളരെ വിശദമായ മൊഴി സെൻട്രൽ പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് ആ മൊഴിയെല്ലാം വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടിയിലേക്ക് കടക്കാൻ തന്നെയാണ് സെൻട്രൽ പോലീസിൻ്റെ തീരുമാനം. ശരി, അപ്പോൾ ഏതായാലും ആ രീതിയിൽ തുടർ നടപടികളിലേക്ക്, നിയമപരമായ വശങ്ങളിലേക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം മറുപടി നൽകേണ്ട സാഹചര്യത്തിലേക്ക് പോവുകയാണ്. രാഷ്ട്രീയപരമായ വിഷയങ്ങൾക്കപ്പുറത്തേക്ക് രാജ്യത്തിന്റെ നിയമ സംവിധാനത്തിന് മുന്നിൽ കൂടി യൂത്ത് കോൺഗ്രസ് നേതൃത്വം മറുപടി നൽകട്ടെ. നോക്കാം, മറുപടി നൽകട്ടെ. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടി നമുക്ക് കേൾക്കാമല്ലോ. അതുകൂടി കേൾക്കേണ്ട ഉത്തരവാദിത്വം സ്വാഭാവികമായും നമുക്ക് എല്ലാവർക്കും ഉണ്ട്.